വെസ്റ്റ് ബംഗാളിലെ 164, 165 ബൂത്ത് കോൺട്രവേഴ്സി നടക്കുമ്പോൾ അതിന്റെയൊക്കെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. 4000-ഓളം EVM മെഷീൻസ് ആണ് വെസ്റ്റ് ബംഗാളിൽ കത്തി നശിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ വെസ്റ്റ് ബംഗാൾ അസംബ്ലി ഇലക്ഷന് ഉപയോഗിച്ചിട്ടുള്ള അതേ EVM മെഷീൻ ആണ് ഇവിടെ കത്തിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കത് വിശദമാക്കാം. അതിനു മുൻപായി ബൂത്ത് നമ്പർ 164, 165 കോൺട്രവേഴ്സീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 3 കോൺട്രവേഴ്സീസ് ആണുള്ളത്, 3 പ്രശ്നങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും ചെറിയ ഒരു പ്രശ്നം നമുക്ക് ആദ്യം സംസാരിക്കാം. അതായത് ബൂത്ത് നമ്പർ 164 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് 165-ാമത്തെ ഒരു ബൂത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഒരു ഫാമിലിയിലുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യണം, കുറച്ചുപേർ ബൂത്ത് നമ്പർ 164-ലും കുറച്ചുപേർ 165-ലും പോയിട്ട് വോട്ട് ചെയ്യണം. അതായത് ഒരു ഫാമിലിയിൽ പാരന്റ്സ് ഒരുപക്ഷെ 164-ാമത്തെ ബൂത്തിലായിരിക്കും വോട്ട് ചെയ്യേണ്ടത്, എന്നാൽ ഇവരുടെ കുട്ടികൾ 165-ാമത്തെ ബൂത്തിലായിരിക്കും, അല്ലെങ്കിൽ വൈസ് വേഴ്സ, നേരെ തിരിച്ചിട്ട്. അങ്ങനെയുള്ള അവസ്ഥയാണ്. പക്ഷേ അത് വലിയൊരു പ്രശ്നമല്ല, കാരണം ചിലയിടങ്ങളിൽ ഇത് കണ്ടു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രശ്നമല്ല. പക്ഷെ മറ്റൊരു പ്രശ്നമാണ് അടുത്തതായിട്ട്, അതായത് കൗണ്ടിങ്ങിനെ പറ്റിയുള്ള ഒരു പ്രശ്നമാണ്. അതായത് കൗണ്ടിങ്ങിൽ പറ്റില്ല പ്രീ നോട്ടിഫൈഡ് കൗണ്ടിങ് എന്ന് പറയുന്നത് 17 റൗണ്ട് കൗണ്ടിങ് ആയിരുന്നു പ്രീ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യത്തെ 16 റൗണ്ട് എന്ന് പറയുന്നത് 16 റൗണ്ട് എന്ന് പറയുന്നത് 20 EVM വെച്ചിട്ടും അതുപോലെ ലാസ്റ്റത്തെ റൗണ്ട് 10 EVM വെച്ചിട്ടുമാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു റൗണ്ട്, അതായത് 18-ാമത്തെ റൗണ്ടും കൂടി വന്നു. അതായത് 18 റൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ 18-ാമത്തെ റൗണ്ട് കൗണ്ടിങ് ബൂത്ത് നമ്പർ 164-ലുമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. ഈ ബൂത്ത് നമ്പർ 164 ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വോട്ടിങ്ങിന്റെ അന്ന്. ഏകദേശം 2 മണിക്കൂറോളം വോട്ടിംഗ് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണോ വോട്ട് ചെയ്തിട്ടുള്ളത് അതിനേക്കാളും 52 വോട്ടുകൾ കൂടുതൽ EVM-ൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയാണ് 2 മണിക്കൂറോളം വോട്ടിംഗ് അവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൗണ്ട് ചെയ്യുന്ന സമയത്ത്, അതായത് റൗണ്ട് 18-ാമത്തെ റൗണ്ട് കൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ പൊളിറ്റിക്കൽ പാർട്ടി ജോയിൻ ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. VVPAT കൂടി എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം ബൂത്ത് നമ്പർ 164-ലെ. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 17-ാമത്തെ റൗണ്ട് കഴിയുമ്പോഴേക്കും BJP കാൻഡിഡേറ്റ് പീയൂഷ് എന്താണ് പുറകിലാണ്, TMC കാൻഡിഡേറ്റ് ആണ് മുന്നിലുള്ളത്, ഓക്കെ, ലീഡ് ചെയ്യുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 18-ാമത്തെ ദ ഫൈനൽ റൗണ്ട് ബൂത്ത് നമ്പർ 164-ലെ 18-ാമത്തെ റൗണ്ട് ചെയ്തപ്പോൾ, അതായത് കൗണ്ട് ചെയ്തതിനു ശേഷം മൊത്തം അങ്ങോട്ട് മാറി. അതായത് BJP കാൻഡിഡേറ്റ് ലീഡിംഗ് ആയി ജയിച്ചു. അതായത് ഇവിടുത്തെ വിധി തീരുമാനിച്ചിട്ടുള്ളത് 164-ാമത്തെ ബൂത്താണ്, അതായത് ഈ പ്രശ്നമായിട്ടുള്ള ബൂത്ത്. അത് മാത്രമല്ല ചാറ്റർജി എന്താണ്, അതായത് TMCന്റെ കാൻഡിഡേറ്റ് 316 വോട്ടിംഗുമായിട്ട് ലീഡിംഗ് ആയിരുന്നു 17-ാമത്തെ റൗണ്ട് വരെ. എന്നാൽ ഈ ഒരു റൗണ്ട്, അവസാന റൗണ്ട് കഴിഞ്ഞപ്പോൾ, 18-ാമത്തെ ഫൈനൽ റൗണ്ട് കഴിഞ്ഞപ്പോൾ ബൂത്ത് നമ്പർ 164 കൗണ്ട് ചെയ്തു. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ മാറി എന്ത് ചെയ്തു, BJP കാൻഡിഡേറ്റ് ജയിച്ചു. കറക്റ്റ് 316 വോട്ടുകൾക്കാണ് ഈ പറയുന്ന BJP കാൻഡിഡേറ്റ് ജയിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ബൂത്ത് നമ്പർ 164-ൽ 656 വോട്ടാണുള്ളത്. അതിൽ 637 വോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, BJP സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതുപോലെ 5 വോട്ട് ഈ TMCക്ക് കിട്ടിയിട്ടുണ്ട്, 1 വോട്ട് CPIM-ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ചൊല്ലി 1-2 ന്യൂസ് ഏജൻസീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ബൂത്ത് നമ്പർ 164-ലും 165-ലും ഉള്ള ലൊക്കാലിറ്റിയിൽ, അവിടെ ആളുകൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ പോയിട്ട് ചെക്ക് ചെയ്തവരാണ് മനസ്സിലായിട്ടുള്ളത് ഇത് ഏതാണ്ട് ഒരു പാർട്ടി ഗ്രാമം പോലെയാണ്. അതായത് TMCക്കും അതുപോലെ എന്താണ് TMCന്റെ പഞ്ചായത്തിലെ ആളുകളും ഫുള്ള് TMC ആണ്, കൂടുതലും TMC ആണ്, അതുപോലെ CPIM ആണ്. ഇതിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഒരാൾ ഈ മീഡിയാസിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനും എൻ്റെ ഫാമിലി, അതായത് എൻ്റെ ഫാമിലിയിൽ 7 പേരുണ്ട്, അങ്ങനെ ടോട്ടൽ 8 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, CPIM-നെ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിസൾട്ട് വന്നപ്പോഴാണ് കാണുന്നത് CPIM-ന് ഒറ്റ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതെങ്ങനെ സംഭവിച്ചു? ഇതുപോലെ വേറൊരു ഫാമിലിയും ഇതുപോലുള്ള കാര്യം പറഞ്ഞു. അത് മാത്രമല്ല ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു മുസ്ലിം മെജോറിറ്റി ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്നത് ഞങ്ങളെ ഭാഗത്തു നിന്ന് എന്തായാലും BJPക്ക് വോട്ട് പോവില്ല എന്നാണ് പറഞ്ഞത്. അതായത് വോട്ട് എത്ര പോയെന്ന് നോക്കിയാട്ടെ, ഏകദേശം 90-ൽ കൂടുതൽ ശതമാനം എന്ത് ചെയ്തിട്ടുണ്ട്, വോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, BJPക്ക് പോയിട്ടുണ്ട് ആ ഏരിയയിൽ നിന്ന്. അതായത് 656 വോട്ടിൽ 637 വോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, BJPക്കാണ് പോയിട്ടുള്ളത്. ഇവിടുത്തെ ആളുകൾ ഒരുപാട് പേര് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത് TMCക്കാണ്. പക്ഷേ TMCക്ക് ഞങ്ങളുടെ ഫാമിലിയും TMCക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ TMCക്ക് ആ വോട്ട് വന്നിട്ടില്ല. അതുപോലെ CPIM-നും കൊടുത്തിട്ടുണ്ട്, അതിനും വോട്ട് വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വോട്ട് എവിടെ പോയി എന്നാണ് ഇവിടുത്തെ ആളുകൾ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കോൺട്രവേഴ്സീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ന്യൂസ് വന്നിട്ടുള്ളത്. അതായത് 4000-ഓളം EVM ഡിസ്ട്രോയിഡ് ഇൻ ബംഗാൾ ഗവൺമെന്റ് ബിൽഡിംഗ് ഫയർ. അതായത് ബംഗാളിലെ ഗവൺമെന്റ് ബിൽഡിംഗിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ തീപിടുത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 4000-ഓളം EVM മെഷീൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, കത്തി നശിപ്പിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ആർക്കും സംശയമൊന്നും വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് BJP ടീം വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്,
ഇതിലെന്തോ കോൺട്രവേഴ്സി ഉണ്ട്, ഇത് എന്തോ പ്രശ്നമാണ്, ഇത് നന്നായിട്ട് അന്വേഷണം, ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നൊക്കെ ബി ജെ പിക്കാർ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലെ. ആ സംശയം ഒന്ന് വരുത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കളിക്കുന്നുണ്ട്. അതായത് യൂണിയൻ മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, പോസിബിലിറ്റി ഓഫ് എ പ്ലാൻഡ് ഒരു ഫയറിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബി ജെ പിയുടെ മറ്റു ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇത് പ്ലാൻഡ് ആക്ട് ആണ്, അതുകൊണ്ട് തന്നെ എന്താണ് ഇതാക്കണം. പക്ഷേ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ല. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോറൻസിക് അവിടുന്ന് സാമ്പിൾസ് ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഈ ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കാര്യം അവിടെ കത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, 4000-ഓളം EVM നശിച്ചിട്ടുണ്ട്. ആൻഡ് അതേസമയം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, കോൺട്രവേഴ്സീസ് ഉണ്ട്. അപ്പോൾ അതിന്റെ തെളിവുകൾ ഇവിടെ നശിപ്പിക്കപ്പെട്ടതാണോ എന്നല്ല. പിന്നെ ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ തന്നെ യൂണിയൻ മിനിസ്റ്ററും മറ്റേ മിനിസ്റ്ററും ലീഡേഴ്സും BJP ലീഡേഴ്സും ഒക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഇത് പ്ലാൻഡ് ആണ്. കാരണം പുറത്തുള്ളവർക്ക് സംശയം തോന്നരുതല്ലോ. അത് മാത്രമല്ല, ഒരാഴ്ച മുൻപ് നമുക്കറിയാം CBSE ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അപ്പൊ CBSE കോൺട്രവേഴ്സിയിൽ അത്രയും ദിവസം മിണ്ടാതിരുന്ന നമ്മുടെ മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് രാവിലെ, അതായത് ആ ദിവസം രാവിലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മൺഡേ ആണെന്ന് എനിക്ക് തോന്നുന്നു, അന്ന് രാവിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസിന് എന്ത് ചെയ്തിട്ട് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം എന്ത് ചെയ്തു, CBSE കോൺട്രവേഴ്സിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏതാണ്ട് 4-5 ദിവസം കോൺട്രവേഴ്സി ആയിട്ട് കത്തി ഇങ്ങനെ നിൽക്കുമ്പോഴും എഡ്യൂക്കേഷൻ മിനിസ്റ്റർ മിണ്ടിയിട്ടില്ല. പക്ഷെ ആ ബിൽഡിംഗ് കത്തിയതിന് ശേഷം എന്ത് ചെയ്തു, അന്വേഷണം പ്രഖ്യാപിച്ചു. CBSE കോൺട്രവേഴ്സി എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബൂത്ത് നമ്പർ 164, 165 കോൺട്രവേഴ്സിയിൽ എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. ഈ CCTV ഫൂട്ടേജ് വരെ 45 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ട്രോയ് ചെയ്യണ്ടു എന്നാണ് നിയമം. പക്ഷെ EVM ഒക്കെ എന്ത് ചെയ്തു, 45 ദിവസത്തിന് മുൻപേ അങ്ങ് നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ.